ഹൈ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ കലാശക്കൊട്ടായിരുന്നല്ലോ. അപ്പോൾ കൂത്തുപറമ്പിൽ, അതായത് കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിൽ അടിപൊളി കലാശക്കൊട്ടായിരുന്നു കേട്ടോ. എല്ലാ ജില്ലകളിലെയും കലാശക്കൊട്ടുകൾ സൂപ്പറായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇവിടെ ഞാൻ കണ്ട കാഴ്ചയിലുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങൾക്ക് പോസ്റ്റായിട്ടുള്ളത്. അടിപൊളി പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും അത്യാവശ്യം ഡാൻസും പാട്ടും എല്ലാമായിട്ട് അടിപൊളിയായിട്ട് നടന്നു. പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരുപാട് പ്രാവശ്യം ഏത് പാർട്ടി ഭരണത്തിൽ വരും കാത്തിരുന്ന് കാണാം. നല്ലൊരു ഭരണം തന്നെ കാഴ്ചവെക്കട്ടെ എന്ന് ആശംസിക്കാം. ഏത് ഭരണമാണ് ഏത് പാർട്ടി പാവപ്പെട്ട ജനങ്ങൾ നല്ല രീതിക്കുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്നത്. കാരണം നല്ലതിനെ കുറിച്ചിട്ട് കാര്യമില്ല. എല്ലാവരും ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ആളുകൾ. അപ്പോൾ അവർക്ക് ഈ പ്രാവശ്യം ഭരണത്തിൽ വരുന്ന ഏത് പാർട്ടിക്കാരായാലും അവർ നല്ല ഭരണം കാഴ്ചവെക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഭരണം കാഴ്ചവെക്കുക എന്നത് അവരുടെ ഒരു ദൗത്യം കൂടിയാണ്. അത് നല്ല രീതിക്ക് ഭരണം കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യവും അവർക്ക് തന്നെ ഈ ഒരു സ്ഥാനത്തേക്ക് ജനങ്ങൾ തിരഞ്ഞെടുത്ത് കയറ്റും. അപ്പോൾ പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ ഇരിക്കില്ല. എന്നാലും അതിൽ നിന്നൊക്കെ വേറിട്ടൊരു കാഴ്ചയായിട്ട് ഇത്രയും കാലം നമ്മൾ ഒരുപാട് എല്ലാവരും അത്യാവശ്യം കാര്യങ്ങളെല്ലാം കാഴ്ചവെച്ചത് തന്നെയാണ്. പക്ഷേ അതിൽ നിന്നും കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും ചെയ്തിട്ടില്ല എന്നല്ല. പക്ഷേ ഇനിയും അതുപോലെ നല്ല നല്ല കാര്യങ്ങൾ മുൻപോട്ട് വരട്ടെ എന്ന് മാത്രമേ നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കാൻ പറ്റുള്ളൂ. അത് തരുന്നതും തരാതിരിക്കുന്ന ഓരോ പാർട്ടി നമ്മുടെ ജനങ്ങളുടെ നികുതി പണമാണ് നമുക്ക് പെൻഷനായിട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പാസ്സാക്കി തരുന്നത്. അല്ലാതെ ഒരു രാഷ്ട്രീയക്കാരുടെയും വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരുടെ കുടുംബത്തിൽ നിന്നും നമുക്ക് തരുന്നില്ല. പിന്നെ എന്തിനാണ് സർക്കാർ പേടിക്കണം? നമ്മുടെ അടുത്ത് നിന്ന് ഓരോ രൂപയായാലും നികുതി പണം വാങ്ങുന്നത് ഏതൊരു പാവപ്പെട്ടവൻ്റെ കയ്യിൽ നിന്നും. അപ്പോൾ ഉള്ളവനെ അധികം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് നല്ലത് സാധാരണക്കാരായ റോഡ് സൈഡിലൊക്കെ ഒരുപാട് ആളുകൾ വീടില്ലാതൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല ആശുപത്രികൾ പണിയുക, റോഡ് വികസനം വരെ റോഡൊക്കെ നല്ല രീതിയിൽ പ്രവർത്തനം പോട്ടെ. അതുപോലെ വീൽ ചെയറിലിരിക്കുന്ന ആളുകൾക്ക് അവർക്ക് പെൻഷനും കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കട്ടെ. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ വേണം ഇനിയുള്ള സർക്കാർ ചെയ്യണമെന്നാണ് ഒരു പൊതു വോട്ടർ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ചെങ്കൊടി പറന്നു കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമുക്ക് നമ്മുടേതായ ഓരോരുത്തർക്കും ഓരോ പാർട്ടിയുണ്ട്. അത് വിട്ട് നമ്മളെന്തായാലും കളിക്കില്ല. പക്ഷേ നമുക്ക് പറയാനുള്ളത് നമുക്കൊന്നടങ്കം അവരോട് നേരിട്ട് തന്നെ പറയാം. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. സ്വന്തം കാര്യലാഭത്തിനല്ലാതെ മറ്റുള്ള പാവങ്ങളുടെ അടുത്ത് നിന്ന് കൈക്കൂലി വാങ്ങാതെ എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് നടക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ ചെറിയൊരു വീടിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ആ വീടിന് നമുക്ക് കിട്ടുമ്പോഴത്തേനും അതിൻ്റെ ഇരട്ടി തുക നമ്മൾ കൈക്കൂലി കൊടുക്കണം. ചെറുകിടയിൽ നിന്ന് വലിയ ആളുകൾക്ക് വരെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഇനിയുള്ള അങ്ങനത്തെ പ്രവർത്തനങ്ങളൊക്കെ നിർത്തുക. സർക്കാർ നല്ല സർക്കാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും നടക്കുകയില്ല. അപ്പോൾ എങ്ങനെയും പാവപ്പെട്ട ആളുകളെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. കുറേ കഷ്ടപ്പാടും ദുരിതങ്ങളും മാറിക്കിട്ടും. ഓരോരുത്തരുടെയും ശാപം പിടിച്ചു പറ്റാതെ നമ്മുടെ സർക്കാർ മുന്നോട്ട് പോകട്ടെ. നല്ലത് എന്ന് മാത്രമേ പറയിപ്പിക്കട്ടെ. ഏത് ഭരണം വന്നാലും കേട്ടോ, ഇന്ന ഭരണം എന്നില്ല, ഏത് ഭരണം വന്നിട്ടുണ്ടെങ്കിലും നല്ല രീതിക്ക് വേണം, നല്ല ഭരണം കാഴ്ചവെക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഇത് കൂത്തുപറമ്പിലെ ഇന്നത്തെ കൊട്ടിക്കലാശത്തിൻ്റെ ചെറിയ ഭാഗമാണ് കേട്ടോ. ഓക്കേ. ലച്ചുട്ടി ഫാമിലി എന്ന കൊച്ചു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.